നല്ല സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ ദാനങ്ങളിലൊന്നാണ്. നമുക്കാർക്കും തന്നെ ഒറ്റയ്ക്കും പരസഹായവുമില്ലാതെ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ കഴിയുകയില്ല. എല്ലാവർക്കും എല്ലാവരെയും സുഹൃത്തുക്കളായി കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ എല്ലാവർക്കും ചിലരെയെങ്കിലും സുഹൃത്തുക്കളായി കിട്ടിയിരിക്കും. നിനക്ക് ഞാനുണ്ട്, ധൈര്യമായിരിക്കുക എന്ന് സംഘർഷവേളകളിൽ പോലും കൂടെ നിന്ന് നമ്മോട് പറയുന്ന ചില നല്ല സുഹൃത്തുക്കളെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? നാം ഇങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളെ അന്വേഷിക്കുന്നുണ്ടാകാം. അന്വേഷണം തുടരുക. ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സുഹൃത്തുക്കളെ നാം കണ്ടെത്തുന്നത് വരെ. നാം നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത് പോലെ മറ്റുള്ളവരുടെ അന്വേഷണവും നമ്മിൽ വന്നു നിൽക്കട്ടെ. നമുക്കും മറ്റുള്ളവരുടെ നല്ല സുഹൃത്തുക്കളായിരിക്കാം. ശൗമേലിൻ്റെ 1 പുസ്തകം 18 അധ്യായം ദാവീദിൻ്റെയും യോനാഥാൻ്റെയും ഹൃദ്യമായ സൗഹൃദത്തിൻ്റെ വിവരണമാണ്. ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൻ്റെ ശരിയായ അവകാശി യോനാഥാനായിരുന്നു. ദാവീദിനെ കൊല്ലാനുള്ള ശൗലിൻ്റെ ശ്രമത്തിന് പിന്നിൽ യോനാഥാനെ രാജാവാക്കാനുള്ള പദ്ധതിയായിരുന്നു. എന്നാൽ ദാവീദിനെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്ന യോനാഥാൻ ഭൗമിക വിജയം തേടുന്നതിന് പകരം ദാവീദിൻ്റെ മുമ്പാകെ തന്നെ താഴ്ത്തി അവനെ സേവിക്കുകയാണുണ്ടായത്. സദൃശവാക്യങ്ങൾ 17 അധ്യായത്തിൻ്റെ 17 പറയുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. മറ്റുള്ളവരെ നിരൂപാധികം സ്നേഹിക്കുന്ന ഒരു സുഹൃത്തായി നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് മനഃപൂർവ്വം തന്നവരെ സ്നേഹിക്കാനും സേവിക്കാനും ബഹുമാനിക്കാനും അനുഗ്രഹിക്കാനും നമ്മെ പ്രാപ്തരാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്കതിന് മനസ്സുണ്ടോ? ദൈവം നമുക്ക് 2 കാലുകളും 2 കൈകളും ഒരു ഹൃദയവും തന്നിട്ടുണ്ട്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഓടുവാൻ നമ്മുടെ കാലുകളെയും, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും, അവരെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കൈകളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക എന്നത് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പനയെങ്കിൽ, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നത് 2ാമത്തേതും 1ാമത്തേതിനോട് സമമായതുമായ കൽപ്പനയും അത്രേ. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്ന, ദൈവം കണ്ടിരിക്കുന്ന ചിലർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമം നമുക്ക് തുടരാം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കവരെ സ്നേഹിക്കാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.